അങ്ങനെ നമ്മുടെ ഗബ്രി വീണ്ടും തേഞ്ഞൊട്ടിയിരിക്കുകയാണ്, അതും ജിൻഡോയുടെ മുന്നിൽ. ജിൻഡോ 11 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെയാണ് ജിൻഡോ ക്യാപ്റ്റൻ ആവുന്നത് എങ്കിൽ അവിടെ വോട്ടുകൾ കിട്ടിയിരിക്കുന്നത് ഗബ്രിക്ക് 5 വോട്ടുകളാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് പവർ ടീമിൻ്റെ 4 വോട്ടും അങ്ങനെ വരുന്ന ഒരു വോട്ട് ജാസ്മിൻ്റെയും, അങ്ങനെ 5 വോട്ടാണ് ഗബ്രിക്ക് കിട്ടാൻ സാധ്യതയുള്ളത്. അങ്ങനെ 5 വോട്ടാണ് ഗബ്രിക്ക് വരുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിഷേക് ഉണ്ടല്ലോ, അബി അവിടെ സ്വന്തമായി വോട്ട് ചെയ്തു. എനിക്ക് എൻ്റെ വോട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, എനിക്കിവിടെ നല്ല ഗെയിമറാണെന്ന് കാണിക്കണം, എനിക്ക് ടാസ്കുകളൊക്കെ നന്നായി ചെയ്യാൻ കഴിയും, എനിക്കതൊക്കെ തെളിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അബി സ്വന്തമായിട്ട് വോട്ട് ചെയ്തത്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമഡി ആയിട്ടാണ് കേട്ടോ തോന്നിയത്. എന്ന് വെച്ചാൽ ടാസ്കുകൾ ജയിക്കും, എനിക്ക് ടാസ്ക് കളിക്കാൻ അറിയുമെന്ന് അറിയിക്കാൻ വേണ്ടി അവനെ വോട്ട് ചെയ്തിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഇത് വെറുതെ ചുമ്മാ ഒരു ഡയലോഗും പറഞ്ഞുകൊണ്ട് സ്വന്തമായിട്ട് വോട്ട് ചെയ്തു. പിന്നെ അവിടെ ശ്രീധുവിന് വോട്ട് ചെയ്തു നമ്മുടെ നോറയ്ക്ക് ജിൻഡോനെ ഇഷ്ടമല്ല എന്നറിയാലോ, ഗബ്രീനും ഇഷ്ടമല്ല എന്നുള്ളത് കൊണ്ട് തന്നെയായിരിക്കണം ശ്രീധുവിന് വോട്ട് ചെയ്തു നോറ എന്നുള്ളത്. പിന്നെ ശ്രീധുവിന് തന്നെ വോട്ട് ചെയ്തു. ശ്രീധുവിനെ ക്യാപ്റ്റൻ ആവാനായിട്ട് ഭയങ്കര ഇഷ്ടമുണ്ട്, ശ്രീധുവിനെ ക്യാപ്റ്റൻ ആവണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ വീട്ടിലുള്ള എല്ലാവരും ജിൻഡോനെ ക്യാപ്റ്റൻ ആക്കാനാണ് അവിടെ ഗെയിം കളിച്ചത് തന്നെ. ജിൻഡോ ക്യാപ്റ്റൻ ആകണമെന്നാണ് എല്ലാവരും ഭൂരിപക്ഷം പേരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ വെറുതെ നിന്നതാണ് അവിടെ ശ്രീധു. പക്ഷേ ശ്രീധുവിന് അങ്ങനെ ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ ശ്രീധു സ്വന്തമായിട്ട് വോട്ട് ചെയ്തു. എനിക്ക് തന്നെ ചെയ്യാൻ പറ്റില്ലേ ബിഗ് ബോസ് എന്ന് ചോദിച്ചുകൊണ്ട്, ബിഗ് ബോസിനോട് ചോദിച്ചുകൊണ്ടാണ് സ്വന്തമായിട്ട് ശ്രീധു അവിടെ വോട്ട് ചെയ്തത്. എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്, നടക്കാത്തതുകൊണ്ട് ഇതെങ്കിലും ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ശ്രീധുവിന് 2 വോട്ട് വീണിട്ടുണ്ട്, നോറയും കൂടി ചെയ്തിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ ശ്രീധു സത്യം പറഞ്ഞ് ഷോക്കിംഗ് ആയി പോകും. അങ്ങനെ 2 വോട്ട് ശ്രീധുവിന് വീണിട്ടുണ്ട്. അഭിഷേകിനെ തന്നെ ചെയ്തു. ബാക്കി 5 വോട്ട് ഗബ്രിക്കും ബാക്കി 11 വോട്ടുകൾ നമ്മുടെ ജിൻഡോയ്ക്കും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എന്തായാലും നോമിനേഷൻ പ്രോസസ്സും അങ്ങനെ വോട്ടിങ്ങും ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റനായിട്ട് ജിൻഡോ വരും. ജിൻഡോ വന്നിട്ട് അവിടെ മറിക്കുമെന്നാണ് എല്ലാ മത്സരാർത്ഥികളും ഇപ്പോൾ കരുതിക്കൊണ്ട് ജിൻഡോയെ ക്യാപ്റ്റൻ ആക്കിയിരിക്കുന്നത്. പക്ഷേ അവിടെ എന്താ നടക്കുക എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്. ജിൻഡോ അവിടെ എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്നുള്ളത്. ചിലപ്പോൾ ഭയങ്കര എക്സ്ട്രാ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ജിൻഡോനെയാവും ചിലപ്പോൾ കാണാൻ കഴിയുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരെല്ലാവരും കഷ്ടപ്പെട്ട് ജിൻഡോനെ ക്യാപ്റ്റൻ ആക്കിയത് വെറുതെ ആയി പോവും.